ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബെയർ അനാട്ടമിയുടെ അൾട്രാ സ്മൂത്തനിങ് ഹെയർ മാസ്കിന്റെ റിവ്യൂ ആയിട്ടാണ്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ബെയർ അനാട്ടമി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ആരോടും ഒന്നും പറയേണ്ടതില്ല. വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ വാങ്ങിയത് ഇവരുടെ ഫ്രിസ് കൺട്രോളിനുള്ള ഹെയർ മാസ്ക് ആണ്. ഇവർക്ക് വേറെയും ഒരുപാട് വേരിയന്റുകൾ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് അവരുടെ ഞാൻ വാങ്ങിയത് ഈ ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇത് വാങ്ങി ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ അവരുടെ ഒരു പ്രൊഡക്റ്റും കൂടെ പർച്ചേസ് ചെയ്തു. അത് ഒലിവ് കളറിലുള്ള ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. പക്ഷെ അതെനിക്ക് വർക്കായില്ല. അതിനെക്കുറിച്ച് ഞാൻ പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 250 ഗ്രാം ആണ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വന്ന് 745 രൂപയാണ്. ഞാൻ ഓഫറിൽ 525 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ഡ്രൈ ഹെയർ ഉള്ളവർക്ക്, ഫ്രിസ് ഹെയർ ഉള്ളവർക്ക്, ഹെയർ നല്ല രീതിയിൽ സ്മൂത്ത് ആകാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രിസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വർക്കായ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു 1 വീക്കൊക്കെ വരെ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടും ഫ്രിസ് കൺട്രോൾ ചെയ്ത് കിടക്കും. നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും കേട്ടോ. ഒരു 1 വീക്കൊക്കെ വരെ നല്ല രീതിയിൽ ഇത് നല്ല രീതിയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്ത് സ്മൂത്ത് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇത് ഫ്രിസ്നെസ്, ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ള ഹെയറിന് നല്ല രീതിയിൽ വർക്കാവും. നമ്മുടെ മുടിയുടെ തുമ്പത്തെ പൊട്ടലൊക്കെ മാറ്റി നല്ല രീതിയിൽ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതി മാനേജബിളുമാണ്. പിന്നെ നല്ലൊരു മൈൽഡ് സ്മെല്ലാണ് കേട്ടോ. നല്ല കാമായിട്ടുള്ള നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്. ഈ സ്മെല്ല് ഒരു 1 വീക്ക് വരെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ സ്മെല്ലും 1 വീക്ക് വരെ വാഷ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകും കേട്ടോ. ഈ മാസ്ക് യൂസ് ചെയ്യുന്നത് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കണ്ടീഷണർ പകരമായിട്ടോ അല്ലെങ്കിൽ മാസ്ക് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു കണ്ടീഷണറൊക്കെ പോലെ തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. ഞാനിത് സാധാരണ യൂസ് ചെയ്യുന്നത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ടോയ്സ് ആണ് കേട്ടോ. ഇത് സാധാരണ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി നിങ്ങൾക്ക് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഡെയിലി ബേസിൽ കണ്ടീഷണറൊക്കെ പോലെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീയും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആട്ടോ. ഇതിപ്പോൾ എൻ്റെ തീർന്നു കേട്ടോ, കംപ്ലീറ്റ് ആയി. പൂർണ്ണമായിട്ട് തീർന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം ഞാൻ നെക്സ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഇതിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ തീർന്നു കേട്ടോ. ഇങ്ങനൊരു അടപ്പുണ്ട്, അത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് തീരുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇവിടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്, വൈറ്റ് കളറാണ്. പിന്നെ സാധാ കണ്ടീഷണറും മാസ്കും ഒക്കെ പോലെ അതുപോലൊരു ടെക്സ്ചറാണ് കേട്ടോ. ഇതിന് നല്ല മൈൽഡായിട്ടുള്ള ഒരു കാം സ്മെല്ലൊക്കെ കേട്ടോ. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താലും ഒരു 1 വീക്ക് ഈ സ്മെല്ല് ഇങ്ങനെ നിൽക്കും. നമ്മൾ നെക്സ്റ്റ് വാഷ് ചെയ്യുമ്പോഴാണ് അത് പോകുന്നത്. ഇവരിത് പറയുന്നത് ഓൾ ഹെയർ ടൈപ്പിന് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ ഹെയറിനൊക്കെ മാത്രമല്ല, എല്ലാ ഹെയർ ടൈപ്പുള്ളവർക്കും ഇത് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഷാമ്പൂ, മാസ്ക് അങ്ങനെ ഒരുമിച്ച് കോംബോ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുപാട് ഡ്രൈ ഒക്കെ ഉള്ളവർക്ക്, എനിക്ക് അത്യാവശ്യം ചില സമയം ഡ്രൈ ആയിരിക്കും, ചില സമയം സ്മൂത്ത് ആയിട്ട് എടുക്കും, അങ്ങനെ ഒരു ഹെയർ ആട്ടോ. എൻ്റെ ഒരു വേവി ഹെയർ ആണ്. പിന്നെ ഇത് പിന്നെ നല്ല രീതിയിൽ ചുരുണ്ട മുടിയില്ലേ, അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോഴും അവരുടെയും ഫ്രിസ് കൺട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കും. ഒരുപാട് ഫ്രിസ് ഒക്കെ ഉള്ളവർക്ക്, നല്ല ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അങ്ങനെ കോംബോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഫലം ഉണ്ടാകും കേട്ടോ. ഹെയർ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് സിൽക്കി ടെക്സ്ചറിൽ കിടക്കും കേട്ടോ. പിന്നെ ഇവർ പറയുന്നത് കെമിക്കലി ട്രീറ്റഡ് ഹെയറിനൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് ഇവർ പറയുന്നത്. ഇത് എല്ലാ സൈറ്റിലും അവൈലബിൾ ആട്ടോ. നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള എല്ലാ സൈറ്റുകളിലും ബെയർ അനാട്ടമിയുടെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഇവർക്ക് ഇത് വേറെ വേറെ വേരിയൻറ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ച് ഉള്ളത്, നമ്മുടെ ഇഷ്യൂ എന്താണെന്ന് ഉള്ള അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റുകൾ ഇവരുടെ കയ്യിൽ നിന്ന് ലഭ്യമാട്ടോ. എനിക്ക് ഈ മാസ്കിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഉപയോഗിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വർക്കായ ഒരു മാസ്കാണ്. എനിക്ക് എൻ്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രൈ അല്ല, എന്നാൽ ഡ്രൈ ആണ്, ഫ്രിസ്നെസ് ഉണ്ട്, ഭയങ്കര ബും ബും അങ്ങനെ നിൽക്കത്തില്ലേ. ആ ഒരു ഹെയർ വാഷ് കഴിഞ്ഞ് പിറ്റേന്ന് കുഴപ്പമില്ല, അതിൻ്റെ പിറ്റേന്നൊക്കെ ആകുമ്പോൾ മുടി അങ്ങ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു
കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി ഫ്രിസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രിസ് കൺട്രോളുള്ള മാസ്കാണ് ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത്. അങ്ങനെ ഉപയോഗിച്ചിട്ട് വർക്കായിട്ടുണ്ട്. 1 വീക്കൊക്കെ വരെ ഞാൻ അങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് ഇട്ടിട്ടുള്ളൂ. 1 വീക്ക് വരെ എനിക്ക് നല്ല രീതിയിൽ ഫ്രിസ് കൺട്രോൾ ചെയ്ത് തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് 1 വീക്കിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ മറ്റേ ഷാമ്പൂ വാങ്ങിയിട്ട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ വാങ്ങിച്ചിട്ട് എനിക്ക് വർക്കായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, റിവ്യൂ ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ മാസ്കിനെ കുറിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ റീപർച്ചേസ് ചെയ്യാനിരിക്കുക കേട്ടോ. നല്ലൊരു മാസ്കാണ്. എനിക്കങ്ങനെ എല്ലാ മാസ്കൊന്നും ഹെയർ മാസ്കുകൾ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ലവ് ആൻഡ് ബ്യൂട്ടി പ്ലാനറ്റ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഒരെണ്ണം അവരുടെ ഹെയർ മാസ്ക് ഞാൻ വാങ്ങി കേട്ടോ, ലാവണ്ടർ ഷെയ്ഡിലുള്ളത്. പക്ഷേ എനിക്കത് അത്ര വർക്കായില്ല. ഞാനത് എല്ലാവരും നല്ല റിവ്യൂ ഒക്കെയാണ് കണ്ടത്. പക്ഷെ എനിക്ക് ഉപയോഗിച്ചിട്ട് ഇന്നിപ്പോൾ വാഷ് ചെയ്ത ഒരു 2 ദിവസം അതിൻ്റെ പിറ്റേന്ന് വരെ പോലും മുടി ശരിക്കും മാനേജ് ആയിട്ട് കിടക്കാത്ത ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ ഇത് വാങ്ങിയത്. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബീബ്ലൻഡിൻ്റെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ അങ്ങനെ മാറി മാറി പ്രൊഡക്റ്റുകൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഒരെണ്ണം ഇഷ്ടപ്പെട്ടാൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ബീബ്ലൻഡിൻ്റെയാണ് എനിക്ക് ഇഷ്ടമായത്. അത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പ്ലമിൻ്റെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പിന്നെ ബീബ്ലൻഡോളം അത്ര ഇഷ്ടം എനിക്ക് മറ്റുള്ള മാസ്ക് തോന്നിയിട്ടില്ല. ബീബ്ലൻഡിൻ്റെ ഞാൻ 3-4 വേരിയൻറ്റ് വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരിടയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ മുടി കൊഴിച്ചിലിനുള്ള ആ വേരിയൻറ്റ് വാങ്ങിച്ച് യൂസ് ആക്കിയിട്ടുണ്ട്. അതൊരു 2 തവണ മറ്റോ കണ്ടീഷണർ, ഷാമ്പൂ, മാസ്ക് അങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിച്ച് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ എനിക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവരുടെ ഫ്രിസ് കൺട്രോളിനുള്ളതാണ് വാങ്ങിച്ചേക്കുന്നത്. അതങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് വാങ്ങിച്ച് യൂസ് ആക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായെങ്കിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അങ്ങനെ മാറി മാറി അങ്ങനെ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങാറില്ല. പിന്നെ കുറേ ആകുമ്പോൾ നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നത്തില്ലേ, അങ്ങനെ ആകുമ്പോൾ ഞാനൊന്ന് മാറി വാങ്ങിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഇടയ്ക്ക് ലവ് ബ്യൂട്ടി പ്ലാനറ്റിൻ്റെ വാങ്ങിയത്. അതെനിക്ക് ഇഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞാൽ ഞാൻ ബെയർ അനാട്ടമിയുടെ ഈ മാസ്ക് ഞാൻ വാങ്ങുന്നത് കേട്ടോ. ഇതെനിക്ക് ബീബ്ലൻ്റെ ഒക്കെ പോലെ തന്നെ ഇഷ്ടമായ ഒരു നല്ലൊരു ഹെയർ മാസ്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. സ്മെല്ലും ഒക്കെ ആണെങ്കിലും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായി. ഞാൻ അത് റീപർച്ചേസ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. ഇത് അഫോർഡബിൾ ആണോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ അഫോർഡബിൾ അല്ല കേട്ടോ. 745 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. എത്രയൊക്കെ ഓഫറിൽ പോയാലും ഒരു 500 രൂപ ആ പ്രൈസിലാണ് ഇത് കിടക്കുന്നത്. ആ പ്രൈസ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ മാസ്കിനൊക്കെ പൊതുവേ റേറ്റ് ആണ്. ഞാൻ ഈ ബീബ്ലൻഡിൻ്റെ ഒക്കെ വാങ്ങിച്ചത് അത് 300 ml 400 രൂപ അങ്ങനെയാണ്. 499 രൂപ, 500 രൂപ അത്ര മറ്റേ അതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. അത്രയൊക്കെ മറ്റാണ് പ്രൈസ് വരുന്നത്. പിന്നെ അതിൽ 300 ml ഉണ്ട് കേട്ടോ. 300 ml ഉണ്ട്. നമ്മൾ വാങ്ങുന്നത് 300 എത്രയോ സംതിങ്ങിനൊക്കെയാണ് ഞാൻ മിക്കവാറും വാങ്ങുക. ഞാൻ പിന്നെ ഇത് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഓഫറൊക്കെ വരുമ്പം കാർട്ടിലിട്ട് വെക്കും. ആവശ്യമൊക്കെ വരുമ്പോൾ അങ്ങനെ പിക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് കുറഞ്ഞ റേറ്റിൽ 250 രൂപയ്ക്കൊക്കെ വരെ എനിക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നൈക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വാങ്ങുന്നതുകൊണ്ട് എനിക്ക് ഓഫറിൽ കിട്ടും. ഇത് പിന്നെ ഞാൻ ഒരു തവണയല്ലേ പർച്ചേസ് ചെയ്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ വാങ്ങിയത് 525 രൂപയ്ക്കാണ്. അത് 250 ml ഉള്ളു താനും. അപ്പോൾ അത് സാധാരണക്കാർക്ക് എത്രത്തോളം അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് വൈസ് നല്ലതാണ്, നമ്മൾ വാങ്ങിക്കുന്നതിന് വർത്താണ്. പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ വാങ്ങിച്ചോളൂ, നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ പൈസ മുടക്കി വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആട്ടോ, അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. ഓണസ്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ റിവ്യൂ കേട്ടിട്ട് വാങ്ങാം. ഞാൻ എല്ലാ പ്രൊഡക്റ്റും പൈസ മുടക്കി വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് ചെയ്യുന്നത്. നല്ലതാണ് ഞാൻ നല്ലതാണെന്നും പറയും, കൊള്ളത്തില്ലെന്ന് തന്നെ പറയും കേട്ടോ. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ബെയർ അനാട്ടമിയുടെ അൾട്രാ സ്മൂത്ത് ഹെയർ മാസ്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയറും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ പിന്നെ പുതിയൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, ഹൈപ്പ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യണേ. അത് ഞങ്ങളെപ്പോലുള്ള കൊച്ചു യൂട്യൂബേഴ്സിന് വളരെ ഉപകാരം ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും, ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.